ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മാങ്ങാക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ഒരു മാങ്ങയുടെ ഐറ്റവും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മാംഗോ യോഗേർട്ട് മൂസ് എന്ന് വിളിക്കാം നമുക്കിതിനെ. സൂപ്പർ ടേസ്റ്റിയാണ്. മാങ്ങയുടെ ആ ടേസ്റ്റും യോഗേർട്ടിൻ്റെ ചെറിയൊരു പുളിപ്പും കൂടിയിട്ടൊരു സൂപ്പർ റെസിപ്പി. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തൈരത്തെ വെള്ളം കളയണം. അപ്പോൾ കുറച്ച് ഒട്ടും പുളിയില്ലാത്ത, അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ കിട്ടുന്നത്. അതിന് ഞാൻ 1 കിലോ തൈര് എടുത്തിട്ട് ഇതുപോലെ ഒരു തുണിയിൽ കെട്ടിയിട്ട് അതിൻ്റെ വെള്ളം കളയണം കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ ഓവർനൈറ്റ് ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ വെച്ച് രാവിലെ എടുത്താലും മതി. അതല്ല എങ്കിൽ ഞാനിപ്പോൾ ഇത് രാവിലെ ഒരു 8 മണിക്ക് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് എടുത്തു കേട്ടോ. ഇതിത്തെ വെള്ളം ഫുള്ള് പോകുന്ന പോലെ തന്നെ നമ്മളിതിനെ കെട്ടി അവിടെ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടുക. അപ്പോഴേ വെള്ളം മുഴുവൻ പോകുള്ളൂ. ഇതിൽ തന്നെ വെച്ചാൽ വെള്ളം മുഴുവൻ പോവില്ല കേട്ടോ. അപ്പം നമ്മളതിൻ്റെ ഫുള്ള് വെള്ളം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പം ഇതാ ഞാനതിനെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഹങ് യോഗേർട്ട് എന്നാണ് കേട്ടോ വിളിക്കുക. ഇത് വെച്ച് ഒരുപാട് ഡിഷസ് ഉണ്ട്, അതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ കാണിക്കാം. ഇനി ഇതിനെ നന്നായി അങ്ങോട്ട് സ്പൂണ് കൊണ്ടോ അതല്ല എങ്കിൽ നമ്മുടെ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടോ ഒന്ന് നന്നായി അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കട്ട മുഴുവൻ മാറ്റണം. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാര വേണം. പക്ഷേ ഞാനിത് മുഴുവൻ ചേർത്തിയിട്ടില്ല കേട്ടോ. നോക്കി മെല്ലെ മെല്ലെ ചേർത്താമെന്ന് വെച്ചിട്ട് അത് ഇട്ടിട്ട് നന്നായി ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ തന്നെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായി ബീറ്റ് ചെയ്തെത്തിയിട്ടുണ്ട്. ഒട്ടും കട്ട പാടില്ല. ആ തൈരാണെന്നൊന്നും ഇതൊട്ടും തന്നെ തോന്നില്ല. ഇപ്പം ഇത് നന്നായി ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയി വന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് മാങ്ങയുടെ പൾപ്പാണ് ചേർക്കേണ്ടത് കേട്ടോ. മാങ്ങയെ ജസ്റ്റ് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ മിക്സിയിൽ, വെള്ളമൊന്നും ചേർക്കാതെ. അതിൻ്റെ കുറച്ചാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ ബാക്കി മധുരം ഇട്ടുണ്ട്. ഇതിൽ പൊടിച്ച പഞ്ചസാര മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഇല്ല എങ്കിൽ ടെക്സ്ചർ മാറും, വെള്ളം പോലെയാവും. ഇനി ഇത് നന്നായി ഇങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മാങ്ങയുടെ പൾപ്പും കൂടി ചേർക്കണം കേട്ടോ. ഒന്നിച്ചെന്താണ് ചേർക്കാതിരുന്നതാണ്, നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം, അത് മിക്സ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട എന്നുള്ളതും കൂടിയാണ് ഒന്നിച്ച് ചേർക്കാതിരുന്ന്. പിന്നെ വാട്ടറി ആവണ്ട എന്നുള്ളതും ഉണ്ടായിരുന്നു. മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചേർക്കാം, പൊടിച്ച പഞ്ചസാരയെ ചേർക്കാൻ പാടുള്ളൂ, അത്രേ ഇതിൽ ശ്രദ്ധിക്കണ്ടു. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് ഐസ്ക്രീം പോലെയും എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് യോഗേർട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇതിലധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ യോഗേർട്ട് മൂസ് റെഡി ആയിട്ടുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ആ മാങ്ങയുടെ പീസും, നമ്മൾ മാങ്ങയുടെ പൾപ്പ് എടുക്കുമ്പോൾ ഒരുപാട് അരച്ച് കുഴയ്ക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മാങ്ങ കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. അങ്ങനെ യോഗേർട്ട് മൂസ് റെഡി. അപ്പം ഞങ്ങൾ പോയി കഴിക്കട്ടെ. എൻ്റെ ഇവിടുത്തെ കുട്ടികൾ ഇതൊക്കെ ഇപ്പം തന്നെ കാലിയാക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.